എങ്ങനെയാണ് ഈ ക്യാൻസർ പേഷ്യന്റ് ആയ രേണുസുധി തന്നെ വന്ന് പറയുവാണ് 2 ലക്ഷം രൂപ കൊടുത്താണ് ഹീമോ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇവിടുത്തെ സർക്കാരും ഭരണകൂടവും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജും അതിന്റെ ഫാർമസി അല്ലേ? മാഡം നമ്മുടെ കാർഡ് BPL ആണേ. അപ്പൊ നമുക്ക് ഈ ഫെസ്കോ 300 mg എത്ര രൂപയാണ്? 600 mg എത്ര? നമുക്ക് ഇവിടെ ഇല്ല, നമുക്ക് അവിടെ അവൈലബിൾ അല്ല. നമ്മൾ ഔട്ട്സൈഡ് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. റേറ്റ് എത്ര വരുന്നത്? നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര? അറിയില്ല, നമുക്ക് ഇല്ലാത്ത സാധനമായോണ്ടേ അറിയത്തില്ല. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. യേശു കുരിശുമ കടന്നുകൊണ്ടാ. ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. സാധിപ്പെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോ ഫോൺ തരാറില്ല. അപ്പം രേണുവിന്റെ വിഷയത്തിൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുമുണ്ട്, കാണിക്കാനുമുണ്ട്. നിങ്ങളിത് കാണുമ്പോൾ മുഴുവനായിട്ട് കാണുക. ഒരു ഹോസ്പിറ്റലിന്റെ ബില്ല് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ചേച്ചി ഫ്രണ്ടിലിരുന്നു, പുള്ളിക്കാരി ബാക്കിൽ കിടന്നുകൊണ്ട് കീമോ ചെയ്ത് തളർന്നു കിടന്ന രേണുസുധി തൊട്ട് ബാക്കിൽ ഇരുന്നുകൊണ്ട് ഇവരൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ബില്ല്, അതിന്റെ കവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ കുറേ അധികം ആൾക്കാർ അതിനകത്തുള്ള ബില്ല് ഫേക്ക് ആണ്, അതിനകത്തുള്ള ഡേറ്റ് ഫേക്ക് ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നായിരുന്നു. ആ ഡേറ്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഡ്രഗ് ലൈസൻസ് കിട്ടിയ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഡേറ്റ് ഒക്കെ ഇപ്പോൾ സൈഡിലാണ് വരുന്നത്. അത് നമുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് ആ വിരലിനകത്താണ് ഈ സാധനം ആയിരിക്കുന്നത്. അത് മനഃപൂർവ്വം കയറി പിടിച്ചൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. അത് റാൻഡമായിട്ട് പിടിച്ചപ്പം ആ 3 ഭാഗങ്ങൾ, അതായത് പേരിന് തൊട്ട് മേളിലുള്ള ബിൽ നമ്പർ, ഡേറ്റ്, പിന്നെ പേരിന്റെ തൊട്ട് താഴെയായിട്ട് ഈ 3 പേരിൽ കയറിപ്പോയതാണ് കറക്റ്റ്. അതായത് ആ ബില്ലിന് നമുക്ക് ആവശ്യമുള്ളത് ആ 3 കാര്യങ്ങളായിരുന്നു. ആ 3 കാര്യം എങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങ് വന്നു പോയൊരു കാര്യം നമ്മൾ അതിനകത്ത് എടുക്കാനോ ബില്ലിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല. അപ്പോൾ ഈ ബില്ലിനകത്ത് ഒരു നമ്പർ ഉണ്ടല്ലോ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ജെന്യൂൻ സാധനമാകുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന എവിടെയായിരിക്കും ഈ കോൾ ചെല്ലുന്നത്. ആ ബില്ല് എവിടെ നിന്നാണോ അടിച്ചത്, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ അടിച്ചത്, അവിടെ ആയിരിക്കും ചെല്ലുന്നത്. ആ ബില്ലിന്റെ പുറത്ത് ഏത് ഹോസ്പിറ്റലിൽ നിന്നുള്ള വെണ്ടയ്ക്കാശുപത്രി പേരുമുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അത് എവിടോട്ടായിരിക്കും കോൾ പോകുന്നത്, അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കത് വിളിച്ചു ചോദിക്കാനുള്ള ലൈസൻസ് നമുക്കുണ്ടല്ലോ, അല്ല അധികാരം നമുക്കുണ്ടല്ലോ, നമുക്ക് അറിയേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. കാരണം ആ ബില്ലിനകത്ത് 2 ലക്ഷം രൂപ മുകളിലാണ് ആ മരുന്നിന്റെ വില കിടക്കുന്നത്. അതിനകത്തൊരു ഡിസ്കൗണ്ടായിട്ട് 50 സംതിങ് രൂപയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 2 ലക്ഷത്തി സംതിങ് ലാസ്റ്റ് 28 രൂപ കണ്ട് വെച്ച് ഈ ബില്ല് ക്ലോസ് ചെയ്യുക. ആ എമൗണ്ട് കൊടുത്തിട്ടാണ് ഒരു കീമോയുടെ മരുന്ന് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഈ പറയുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡി ഞാനുമായിട്ട് സംസാരിക്കുകയും അവർക്കുണ്ടായ ചിലവുകൾ എങ്ങനെയാണെന്നും ഏത് രീതിയിലുള്ള ക്യാൻസർ ആണെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പല രീതിയിലുള്ള ക്യാൻസറിനെ പറ്റി അവർ ആ വീഡിയോ പറയുന്നുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത ഒരാളെന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഈ ഒരു വില ഇത്രയും വരാനുള്ള കാരണം എന്താണ്, അതൊന്നും നമുക്കൊന്ന് തിരക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അത് ഞാനൊന്ന് തിരക്കി. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയാം. സെക്കൻഡ് തിങ്, ഈ പള്ളിയിലച്ചൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ബിഷപ്പ്, വിഷപ്പാമ്പ് എന്നൊക്കെ നേരത്തെ രേണു അഭിസംബോധന ചെയ്ത ഇപ്പം അവരുടെ നാഥനായി നിൽക്കുന്ന ബിഷപ്പ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഒരു കാര്യവുമില്ലാതെ വിട്ടവാണത്തിൻ്റെ പുറകെ പോയി അത് പിടിച്ച് വലിച്ച് സ്വന്തം കീഴിലോട്ട് കുത്തിവിടാനായിട്ട് നടക്കുന്ന ഒരു വ്യക്തി. ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ആ തിരുവസ്ത്രം ഊരി മാറ്റിയിട്ട് വേണം ഇമ്മാതിരി തെമ്മാടിത്തനെ കാണിക്കാനായിട്ട് നിൽക്കാൻ, അല്ലെ അങ്ങ് അടങ്ങുക, അങ്ങ് അവസാനിപ്പിക്കുക. രേണുസുധിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് അയൽവാസി വന്നിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട. അത് അവിടെ മാറ്റി അവിടെ നിൽക്കുക. നിങ്ങൾ എങ്ങനെ നിന്നിട്ടുള്ള ഒരാളാണെന്നും എങ്ങനെ ആരുമായിട്ട് ഏതൊക്കെ രീതിയിൽ സമ്പർക്കത്തിൽ പരിപാടികൾ പറഞ്ഞിട്ടുള്ളതാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്, അറിയാവുന്നതുമാണ്. പേഴ്സണലി എൻ്റെ ചെവിക്കകത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം പിന്നെ നമുക്കിത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും അത് നല്ലതാവത്തില്ല. അതിപ്പം അച്ഛന് മാത്രമല്ല, ഇപ്പം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വാതോരാതെ പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്ന എല്ലാവരും പരിപാടി എന്തൊക്കെയാണെന്നും ഡോളറിന് വേണ്ടി ഓടി നടന്ന് എങ്ങനെയാണെന്നും അറിയാം. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം പെട്ടെന്നൊരു വിശുദ്ധനാവാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തേർഡ് തിങ്, ഇവരിട്ടൊരു വീഡിയോ, ഈ വീഡിയോയ്ക്കകത്ത് രേണു പറയുന്ന 2-3 കാര്യങ്ങളുണ്ട് നോട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ആ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് തന്നെ പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്താവും. ആദ്യമേ തന്നെ നമുക്ക് രേണുവിൻ്റെ ചേച്ചി മുന്നിലിരുന്നുകൊണ്ടും രേണുവിനെ ബാക്കിൽ കിടത്തി കൊണ്ട് ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ, ആ വീഡിയോയുടെ അന്തർധാരയിലേക്ക് നമുക്ക് ഇറങ്ങാം. വീഡിയോ നല്ലതാണ്, അവർക്ക് യൂട്യൂബിലിടാം, റവന്യൂ കിട്ടും, നല്ലൊരു കാര്യം. ആ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് കീമോ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഇത്രയും വലിയൊരു സംരക്ഷണം ആ വീട്ടിനകത്ത് കൊടുക്കുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ട് ഈ രേണു തൊട്ട് ബാക്കിൽ നിന്നുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ചേച്ചി വന്ന് സംസാരിക്കുന്നു. ചേച്ചി ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. രേണുവിനെ അറിയാവുന്നത് പോലെ തന്നെ എല്ലാവർക്കും രേണുവിൻ്റെ ചേച്ചിയെ അറിയാം. രേണുവിനെ തൊട്ട് ബാക്കിൽ ഇപ്പോൾ നമ്മൾ നാടകം തുടങ്ങാൻ നേരം ആ നാടകത്തിൻ്റെ കലാസമിതിയുടെ പേര് നമ്മൾ ബാക്കിൽ വെക്കുമല്ലോ, ബ്രാൻഡല്ലേ. അതുപോലെ ഇങ്ങനൊരു പ്രഹസന വീഡിയോ എന്തിനു വേണ്ടിയിട്ട്? ചേച്ചിക്കൊരു വീഡിയോ എടുക്കാൻ ചേച്ചിക്ക് ഒറ്റയ്ക്ക് മാറി നിർത്തൂടെ?
അതിനകത്ത് രേണുവിൻ്റെ ആവശ്യമില്ലല്ലോ. രേണു അത്രയും അധികം വയ്യാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മൾ രേണുവിനെ അതിനകത്ത് ഒഴിവാക്കിയല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഏത് രീതിയിലാണ് ഈ പരിപാടി കൺവേർട്ട് ചെയ്തെടുക്കുന്നതെന്ന്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അതായത് ഈ പെസ്കോ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് കീമോയ്ക്ക് തൊട്ട് മുമ്പ് 6 കീമോയ്ക്ക് ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തി സംതിങ് രൂപ വെച്ച് ചെലവാക്കുന്നത്. ഈ നാട്ടിൽ ഗവൺമെന്റ് ഒന്നും ഇല്ലൂടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതുപോലൊരു രോഗം വരുമ്പോൾ അവരെന്തോ ചെയ്യും? അവരെങ്ങനെ സർവൈവ് ചെയ്യും? അവരെങ്ങനെ സർവൈവ് ചെയ്യും? 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണം അവർ 6 കീമോ അല്ലെങ്കിൽ 8 കീമോ അവർ നീണ്ടു പോകുമ്പോഴത്തെ അത്രയും രൂപ ചെലവാക്കിയിട്ടാണ് അവർ നിൽക്കാനുള്ളത്. അവരെന്തോ ചെയ്യും? ഇതിനൊരു തീർപ്പില്ലേ? നമുക്ക് ഈ ഗവൺമെന്റ് തന്നിട്ടുള്ള ഈ BPL കാർഡ് അല്ലെങ്കിൽ മഞ്ഞ കാർഡ്, ബിലോ പോവർട്ടി ലെവൽ, എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇവർക്കൊന്നും ഒരു ആനുകൂല്യമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒരു ആനുകൂല്യമില്ലേ? കറക്റ്റ് ആ ബില്ലിലുള്ള 2 ലക്ഷത്തി സംതിങ് രൂപ വിലയാണോ ഇതിനകത്ത് പോയിട്ടുള്ളത്? കാരണം എനിക്ക് ആ ഒരു ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇന്റൻഷനകത്ത് എന്താണ്? രേണുവിന്റെ രോഗം ഭേദപ്പെടണം, അതിനോടൊപ്പം രേണുവിനെ പോലെ തന്നെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ തന്നെ സർവൈവ് ചെയ്ത് മുന്നോട്ട് തന്നെ വരണം. അല്ലാതെ ഒരാളെ മാത്രം കയറ്റിയെടുത്ത് പറയുമല്ലോ, എല്ലാവരും അതുപോലെ വരണം. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽ എമൗണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഒബ്വിയസ്ലി ഈ ഒരു സാധനത്തിന് അത്ര എമൗണ്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ അറിയാൻ ഒരു ആഗ്രഹം വരുമല്ലോ. ഈ ആഗ്രഹത്തിന് തുരമൂത്തിട്ടാണ് നിങ്ങൾ ആദ്യം കണ്ട ആ വോയിസിലേക്ക് ഞാൻ പോയ സമയത്ത് ഈ പറയുന്ന പെക്സോ ഈ ഒരൊറ്റ മരുന്ന്, അതായത് 2 മരുന്നിൻ്റെ ജോയിൻ ആണെന്നാണ് എനിക്ക് അതിനകത്ത് അറിയാൻ സാധിച്ചത്. പെട്രോസെമാനും ടെട്രോസെമാനും 2 സാധനം. അപ്പം എനിക്കത് അറിയാൻ സാധിച്ചത് ഈ 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മെഡിസിൻ ഇന്ന സ്ഥലത്തില്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് ആ കിടന്നിട്ടുള്ള ലൈസൻസ് ഉള്ള ബില്ല് എവിടെയാണോ ആ സ്ഥലത്ത് ഇത് 2ഉം കൂടെ ചെയ്തിട്ടുള്ള സാധനം അവർ സെല്ല് ചെയ്തിട്ടില്ല. അത് ഔട്ട്സൈഡ് സെല്ലാണ്, നമുക്കറിയത്തില്ല. പക്ഷേ ഈ ബില്ല് അങ്ങനെ വന്ന് എനിക്കറിയത്തില്ല എന്തോ സംഭവം എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് എനിക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരിക്കലും മേ ബി ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് സാധാരണക്കാർക്കും ഇതുപോലെ ഈ രോഗത്തോ വെല്ലുവിളിയായിട്ടിരിക്കുന്നവർക്കും ഡേ ബൈ ഡേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഡേ ബൈ ഡേ ഇതുപോലുള്ളൊരു കേസ് ഓരോ സ്ഥലത്തും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഫേസ് ഫെമിലിയാരിറ്റി ഉള്ളൊരു വ്യക്തി ആരാണ്? രേണുസുതി. പെട്ടെന്ന് ഈ ഒരു രോഗത്തെക്കുറിച്ച് അറിയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് പോകുന്നത് രേണുസുതി ബെയർ ചെയ്ത എക്സ്പെൻസ് എത്രയായിരിക്കും, ആ സർവൈവ് ചെയ്ത രീതി എത്രയായിരിക്കും. ഇത് മറ്റേ വണ്ടർലേ ടൂർ പോകുന്ന സാധനമല്ലല്ലോ. നമുക്കത്ര സന്തോഷത്തോടു കൂടി പോകാൻ പറ്റിയൊരു കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടി, മനസ്സ് വേദനിച്ച്, അതിൻ്റെ കൂടെ പൈസയും പോകുന്നൊരു പരിപാടി അല്ലേ? അപ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വേണ്ട, അതൊരിക്കലും ചെയ്യരുത്. അത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം. ആ ഒരു ഇൻറ്റൻഷനോടുകൂടി മാത്രമാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ വിശുദ്ധന്മാരായവർക്ക് വിശുദ്ധന്മാരാവാം. വിശുദ്ധന്മാരും വിശുദ്ധ പട്ടവിട്ടവനൊക്കെ വിശുദ്ധരല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിക്ക് വിശുദ്ധരാവാത്തവരെ വീണ്ടും വിശുദ്ധനാണ് എന്ന്, എന്നുള്ളിൽ സത്തുണ്ട്, എന്നുള്ളിൽ വീര്യമുണ്ട്, എന്നുള്ളിൽ ഔഷധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും മുമ്പ് ഇഞ്ചി അച്ചാർ മാത്രമായിരുന്നു അതിനകത്ത് കിടന്നെന്നുള്ളൊരു കാര്യം നമ്മളത് വീണ്ടും അറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ മരുന്ന് കഴിഞ്ഞിട്ട് ബാക്കിയൊന്ന് കാണാം. ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg.
എൻ്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ വീട്ടുകാർ എന്തായാലും രോഗത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാ. ഇതൊന്നും ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയത്, വിവാദങ്ങൾ കണ്ടിന്യൂ ചെയ്തത് രേണു മാത്രമാ. അല്ലാതെ നാട്ടുകാർ അങ്ങോട്ട് വന്നൊന്നും ചെയ്തതല്ല. രേണു ആ വീട്ടിലും ആ റൂമിലിടും ചെയ്തതാ. ഈ കാര്യങ്ങൾ പറയുമ്പോഴും രേണുവിന്റെ തൊട്ട് സൈഡിൽ ചാർജറും തൊട്ടപ്പുറത്തായിട്ട് ആ ഫോണും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. വീട്ടുകാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഫോണും ആ ചാർജറും ആ സൈഡിൽ ഇരിപ്പുണ്ട്. വോട്ടവർ ചിലപ്പോൾ അവിടെ എടുത്ത് വെച്ചായിരിക്കും. എന്തായാലും വയ്ക്കുമ്പോഴത്തേക്ക് ചോദിച്ചാൽ ആ കൈ ആക്സിസിന് അടുത്തൊന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഫോൺ എടുത്ത് തോണ്ടാനും എടുക്കാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതൽ. നമ്മുടെ കൈ അകർത്തി ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയൊക്കെ ഒരു സമയമെങ്കിലും എന്നുള്ള ഇത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ചെയ്യുമ്പോഴത്തേക്കിന്. പിന്നെ ഈ ഇതേപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡ് എന്ന രീതിയിലൊന്നും ഈ സാധനമൊക്കെ എടുത്ത് പുറത്ത് കാണിക്കാതെ, ആരെ രേണു സുധി എടുത്ത് കാണിക്കാതെ, അത് കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രൈവസി കീപ്പ് ചെയ്യും. പല കാര്യങ്ങൾക്കും ഒരു പ്രൈവസി കീപ്പ് ചെയ്യും. ആ പ്രൈവസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറി കിട്ടും. പള്ളിയിലച്ഛൻ എന്തിനാണോ എന്തോ സായി ഒരു കാര്യം പറഞ്ഞു, എന്നാൽ സായിക്ക് റിപ്ലൈ കൊടുത്തേക്കാം. ആദ്യം സായി പറഞ്ഞു എന്ന് വേണം. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. ആ യേശു കുരിശുമ കടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന അയാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാറിയാ അമ്പി അന്യൻ റമ്മോ ക്യാമറ കണ്ടപ്പോഴത്തേക്കും എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയും ഇല്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ? അവരെ തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ ജോലിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വേറെ ഏതോ യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരു അച്ഛന്. കാരണം തമ്മിലടി, കൂട്ടയടി, കുശുമ്പ്, കുഞ്ഞായ്മ, കൊതിഞ്ഞൊണ, ഓരോരുത്തരുടെ ക്യാരക്ടറൈസേഷൻ ചെയ്യുക, അതിനകത്ത് അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുക, ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിച്ചു വാരി ഇടുക, ഇവരെ എടുത്തിട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുക. ഒരു 10 കമൻറ്റ് വരുന്നെങ്കിൽ അച്ഛൻ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 15 കമൻറ്റും കൂടെ നെഗറ്റീവ് അവർക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു തിരുവസ്ത്രം ഇട്ടൊരു വ്യക്തി. അത്രേ ഉള്ളൂ. അതെന്തിനാണ് ഇപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദ്യം തന്നെ ചോദിക്കും. കാരണം ഞാൻ കേട്ടതല്ലേ മോനെ, അതെന്തായാലും മാറ്റി പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് വ്ലോഗ്സ് ആണ് ഇപ്പോൾ ഈ സാധനം എടുത്ത് വെച്ച് വെള്ളം അടിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെടുത്ത് വെള്ളം അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രേണുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരു കുഴപ്പമില്ല. രേണുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ പള്ളിയിലച്ഛൻ എന്താണ് ഇതിനു മുമ്പ് കാണിച്ചതെന്ന് കണ്ടൊരു വ്യക്തി, പള്ളിയിലച്ഛൻ മാത്രമല്ല ഇപ്പം കിടന്ന് കൊണ സപ്പോർട്ട് ചെയ്യുന്ന ഏതവനാണെങ്കിലും നേരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എന്ത് തെമ്മാടുത്തരാ പറഞ്ഞത്, എന്ത് തെമ്മാടുത്തരാ കാണിച്ചുകൊണ്ടിരുന്നുള്ള അതേ ട്രാക്കിൽ നിന്ന് മാറി വിശുദ്ധനാവാനായിട്ട് നിൽക്കുകയാണെന്നുള്ളത് അത് ആരായാലും നമുക്കൊരു ഇതുമില്ല. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അയ്യേ, നിങ്ങൾക്ക് വിവരം വെള്ളിയാഴ്ച ഒന്നുമില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ തിരുവസ്ത്രം കിട്ടി? നിങ്ങൾക്ക് വിവരമില്ലാതാണോ? സത്യമായിട്ട് നിങ്ങൾ മണ്ടനാ. നിങ്ങൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ 7 അയലത്തോടെ പോയിട്ടില്ല. ഒരു ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന്റെ ലേബലല്ലേ അവർ സാധനം പുറത്ത്, അല്ല ചോദ്യം ചോദിച്ചതിന്റെ പേരിലാണോ? ചോദ്യം ചോദിക്കുക എന്നുള്ളത് അവന്റെ ജോലി, അവന്റെ ധർമ്മം, അവന്റെ കർമ്മമാണ്. അതിന് ഉത്തരം പറയുക എന്നുള്ളതും അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയുക എന്നുള്ളതും സ്ട്രൈറ്റ് ആയിട്ട് പറയുക എന്നുള്ളതും നിങ്ങളുടെ ബാധ്യത, നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളൊരു തിരുവസ്ത്രം ഇട്ട് നിൽക്കുമ്പോഴത്തേന് നിങ്ങൾ ഈ രീതി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയണം? അത് അമ്മയും മകനും തമ്മിലുള്ള കാര്യമാണ്, അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിവാക്കണം. അല്ലാതെ രോക്ഷാവ കാണിച്ച് അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ വാകത്താനംകാരോ ഏതാണ്ട് ആൾക്കാർ ഇവിടെ നോക്കിയിരിക്കുക, വന്ന് കയറി കാണിച്ചു നോക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാം. ചോദിച്ചാണോ ചോദ്യത്തിന് ഉത്തരവല്ലേ പറഞ്ഞത്? തികച്ചും മണ്ടൻ തന്നെ കേട്ടോ, തികച്ചും മണ്ടൻ. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നേ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമ്പോഴത്തേക്കിന് അതിന് ചില നിബന്ധനകളുണ്ട്. അവിടെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തുള്ള അഭിപ്രായങ്ങളും കൊണ്ട് വരരുത്. മനസ്സിലായ? മനസ്സിലായ? അത് നിങ്ങളുടെ മാത്രം ചോയ്സാ. അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കീഴിൽ കുർബാന എടുക്കുന്ന, നിങ്ങളുടെ അടുത്ത് വന്ന് മാബോദീസ ചൊല്ലുന്ന ആൾക്കാരുടെ അവരുടെ ഒരു വിശ്വാസത്തും കൂടെ കണക്കിലെടുത്ത് വേണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് പറയാനായിട്ട്. അല്ലാതെ സ്വന്തം കാര്യം സിന്താബ എന്ന രീതിയിൽ പറയാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവി ഏതാ തിരുവസ്ത്രം എടുത്ത് മാറ്റുക എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അത് ചിലപ്പം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എൻ്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ് ഈ കേരളത്തിൽ? അതൊക്കെ ഓർമ്മയുണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മ വെച്ചോ. ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്. ചില സംസാരങ്ങളിലും ചില ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതുമായിട്ടൊക്കെ ഒരു ബന്ധമില്ല, ആൾ മറന്നു പോയടേ ബിഷപ്പാന്നുള്ള കാര്യം എന്നൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഫീൽ തന്നെ സായിക്ക് തോന്നിയിട്ടുള്ളത്. സായി കുറ്റം പറയാൻ പറ്റത്തില്ല. സായി എന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. ചുരുക്കി 2-3 പേർക്ക് മാത്രമേ ഉള്ളൂ ഇത് ഇപ്പോഴും ബിഷപ്പാന്ന് തോന്നുന്നത്. എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BBA ഷൂട്ട് ഔട്ടായെന്ന്. ഷൂട്ട് ഔട്ടായെങ്കിലേ മര്യാദയ്ക്ക് നിൽക്കണം. മര്യാദയ്ക്ക് നിന്നില്ല ഷൂട്ട് ഔട്ടും പാസ് ഔട്ടൊക്കെ ആവും. ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അയ്യയ്യ, ഇത് സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആ ഏരിയയിലുള്ള ഏതോ ഒരു കാറ്റിന്റെ പ്രശ്നമാണ്. സത്യമായിട്ടും ഇവരടിക്കുന്ന കാറ്റിനകത്തൂടെ ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾട്ടയായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ രേണുസുതിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കാത്ത, ബ്ലോഗർമാർ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്, ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ മാറ്റിയിട്ട് വേറൊരു ക്രിയേറ്റിവിറ്റി നമുക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത്, വ്ളോഗർമാർ അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏത് ബ്ലോഗറാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ പറയുന്നത്? ഈ രോഗാവസ്ഥയിലും ഇതുപോലുള്ള പരിപാടികൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇതാ പറയുക, ബ്ലോഗർമാരെല്ലാം കൂടെ എൻ്റെ വായടപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഏതോ കാറ്റിൻ്റെ പ്രശ്നമാണ്. ഡിയർ ഫാദർ, ആരുടെയും വായടപ്പിക്കാനായിട്ട് ആരും ശ്രമിച്ചിട്ടില്ല. തന്തയില്ലായ്മ വിളിച്ചു പറയുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. അത് ഈ തിരുവസ്ത്രം ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക, പ്ലീസ് നോട്ട്. എൻ്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുതിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എൻ്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. യാതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകളെ തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാൾ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും, വിലയിരുത്തും. വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാള് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ. എന്റെ വായി കമ്പിട്ട് കുത്താൻ വരണ്ട. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല.
ഞാൻ പറയേണ്ട കാര്യം, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എനിക്കൊരു ഭയവുമില്ല, ഞാൻ ആരെയും പേടിക്കത്തില്ല. ബിഷപ്പാന്നും പറഞ്ഞ് വായെടുത്ത് സംസാരിക്കരുത്, എന്നെ വായടപ്പിക്കാൻ നോക്കുകയാണോ? നെവർ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. നെവർ എവർ. ഒരു സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലില്ലേ? എല്ലാം പറയുന്നത് ഒരു പുരോഹിതനാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോഴത്തേനും കാണുമ്പോഴത്തേനും മനസ്സിന് വല്ലാത്തൊരു കുളിർമയും സന്തോഷമില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് സന്തോഷം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സമയത്ത് രേണുസുധിക്ക് എതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം വന്നിട്ട് എന്തോ മാറ്റമൊക്കെ നല്ലതാണ്, മാറുക. രേണുസുധിക്ക് അങ്ങനെ വയ്യാഴിക വന്നതിന് തൊട്ടടുത്തുള്ള അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു, അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. അതിനൊന്നും നമ്മൾ ആരും ഒരിക്കലും കുറ്റവും തെറ്റും ഒന്നും പറയത്തില്ല. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു വെള്ളയടി ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം അങ്ങോട്ട് അനുവദിക്കത്തില്ല. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു ബിഷപ്പാണെന്നും മതസ്പർദ്ധത എന്തോ ആ സാധനം അത് ഉളവാക്കുന്ന വാക്കുകളാണ് വരുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നൊക്കെ. ദൈവമേ, ആദ്യം താൻ ചെയ്യുന്നത് എന്താണെന്ന് താൻ മനസ്സിലാക്കണം, താൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി, എന്നിട്ട് വേണം ഈ മാതിരി പരിപാടികൾ സംസാരങ്ങളൊക്കെ ആയിട്ട് വരാനായിട്ട്. എന്തായാലും ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് അത് കൊണ്ടുവരേണ്ടതും കാണിക്കേണ്ടതും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ശരി.